ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച, മാർഗശീർഷ മാസത്തിലെ അമാവാസി തിഥിയാണ്. അന്ന് വളരെ കുറച്ചു നാഴിക മൂലം നക്ഷത്രം കൂടിയുണ്ട്. ഈ മാർഗശീർഷ മാസത്തിലെ അമാവാസി തിഥിയും മൂലം നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ദിവസം തമിഴ് ജനത ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നു. അതായത് ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നു. എന്നാൽ ഉത്തരേന്ത്യയിൽ ചൈത്രമാസത്തിലെ പൗർണമി തിഥിയിലാണ് ഹനുമാൻ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. എന്തുതന്നെയായാലും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നു തന്നെയാണ് മാർഗശീർഷ മാസത്തിലെ ഈ അമാവാസി തിഥി. അതായത് 2025 ഡിസംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള ആ ഒരു ഭക്തിയുടെ കഥയും ഹനുമാൻ സ്വാമിയുടെ വളരെ ശ്രേഷ്ഠമായ ഒരു നാമവും, അതുപോലെ തന്നെ ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണം, ആരൊക്കെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ അവസാനം വരെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഈ ഒരു വീഡിയോ കേൾക്കണം. ആദ്യമായിട്ട് നമുക്ക് ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള ആ ഒരു ഭക്തിയുടെ ആ ഒരു കഥയൊന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെ പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം. വളരെ ശ്രേഷ്ഠമായ ഒരു നാമമാണ്, അതും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാം, ശ്രീരാമചന്ദ്രനും സീതാദേവിയുമൊക്കെ വനവാസത്തിനു ശേഷം, അതായത് രാവണ വധത്തിനു ശേഷം തിരിച്ച് അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നു. അയോധ്യയിൽ വന്നതിന് ശേഷം അവിടെ വലിയ ഒരു വിരുന്ന് നടക്കുന്നുണ്ട്. അതായത് അനുജനായ ലക്ഷ്മണൻ അത്രയും കാലം ഒന്നും കഴിക്കാതെയും ഉറങ്ങാതെയും ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മണന് വേണ്ടി ഒരു വലിയ വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രനും ജാനകിയും അയോധ്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സകലമാന വാനരന്മാരും ഉണ്ടായിരുന്നു. അതായത് സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ, ഇങ്ങനെയുള്ള സകലമാന വാനരന്മാരും ഉണ്ടായിരുന്നു. നീലൻ, അങ്കദൻ, ഇങ്ങനെ ധാരാളം വാനരന്മാരുണ്ടല്ലോ, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഈ വിരുന്നിലൊക്കെ പങ്കെടുത്തതിന് ശേഷം പിന്നീട് ഭഗവാന്റെ പട്ടാഭിഷേകമാണ്. അങ്ങനെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞു. ശ്രീരാമചന്ദ്രൻ രാജാവായി. അങ്ങനെ രാജാവായ ആ ഒരു മുഹൂർത്തത്തിൽ ധാരാളം ദേവന്മാരവിടെ വരികയും ശ്രീരാമചന്ദ്രന് ധാരാളം ഉപഹാരങ്ങളൊക്കെ അവർ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ശ്രീരാമചന്ദ്രനെ സഹായിച്ച എല്ലാവർക്കും അദ്ദേഹം, അതായത് രാമചന്ദ്രൻ, ഉപഹാരങ്ങൾ നൽകി. അക്കൂട്ടത്തിൽ ഈ വാനരന്മാർക്കൊക്കെ ധാരാളം ഉപഹാരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഹനുമാന് മാത്രം ഒന്നും നൽകിയില്ല. എല്ലാവർക്കും ഉപഹാരങ്ങളൊക്കെ കൊടുത്തു, തനിക്ക് മാത്രം ഒന്നും തന്നില്ല. അതെന്തുകൊണ്ടാണ്? ശ്രീരാമചന്ദ്രനും ജാനകിക്കും തന്നോട് കാരുണ്യമില്ലേ? താൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ? ഇങ്ങനെയൊക്കെ ആ പാവം ഹനുമാൻ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തൻ്റെ കണ്ണുകൾ തുടയ്ക്കുകയാണ്, കരയുകയാണ് ഹനുമാൻ. ആ സമയത്ത് ജാനകി തൻ്റെ കഴുത്തിൽ കിടന്ന ഒരു രത്നമാല ഊരി എടുക്കുന്നു. ഈ രത്നമാല ധാരാളം വിശേഷങ്ങളായ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ രത്നമാല ശ്രീരാമചന്ദ്രനാണ് ജാനകിക്ക് സമ്മാനിച്ചത്. ഈ മാല തൻ്റെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് ജാനകി തൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കുന്നു. രാമൻ കണ്ണുകൊണ്ട് ആർക്കു വേണമെങ്കിലും ഇത് കൊടുത്തുകൊള്ളൂ എന്നുള്ള രീതിയിൽ അനുവാദവും കൊടുക്കുന്നു. ജാനകി ഹനുമാനെ ഒന്ന് നോക്കുന്നു. ഹനുമാൻ ഓടി വരുന്നു. ജാനകി ഹനുമാന്റെ കഴുത്തിലേക്ക് ഈ മാല ഇട്ടുകൊടുക്കുന്നു. എന്നിട്ട് ഹനുമാനെ അനുഗ്രഹിക്കുന്നു. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നീ അമരനായിരിക്കുമെന്നും, അതുപോലെ തന്നെ എവിടെ രാമനാമം ഉണ്ടാകുന്നുവോ അവിടെ നിന്റെ സാന്നിധ്യവും ഉണ്ടാകും. അവിടെയെല്ലാം നിന്നെയും, ആര് രാമനാമം ജപിക്കുന്നുവോ അവരെല്ലാം നിന്നെയും ഓർക്കും എന്ന നിലയിൽ അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്നു.
ഹനുമാന് വലിയ സന്തോഷമായി. ഹനുമാൻ എന്തു ചെയ്തു? ഈ മാല ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി, പല്ലിളിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഹനുമാൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല ഈ മാല. ഹനുമാന് തൻ്റെ കഴുത്തിൽ നിന്നും ഈ മാല ഊരിയെടുത്തിട്ട് ഈ മാല വീണ്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇതങ്ങ് തുണ്ടം തുണ്ടമായിട്ട് പൊട്ടിച്ചു കളയുന്നു. ഇത് കണ്ടതും ലക്ഷ്മണന് വളരെയധികം ദേഷ്യം തോന്നി. നമ്മൾ പറയത്തില്ലേ, ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന്. അതുപോലെയാണ് ഈ ഹനുമാന്റെ പ്രവൃത്തി. ലക്ഷ്മണൻ അല്പം ദേഷ്യത്തോടു കൂടി രാമനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ മാല കൊടുത്തത്? വാനരനല്ലേ ജാതി, ചാബല്യം ഉണ്ടാകാതെ ഇരിക്കത്തില്ലല്ലോ. ഈ വാനരൻ അറിയാമോ ഈ മാലയുടെ മഹത്വം എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാമൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ മാല പൊട്ടിച്ചത് എന്ന് ഹനുമാൻ അറിയാം, ഹനുമാനോട് തന്നെ ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നു. ഈ സംഭാഷണം ഹനുമാൻ കേൾക്കുകയും ഹനുമാൻ അതിന് മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അതായത്, രാമനാമം ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മാല സന്തോഷത്തോടു കൂടി മേടിച്ചത്. പക്ഷേ ഈ മാലയിൽ രാമനാമമില്ല. രാമനാമമില്ലാത്ത ഒരു സാധനവും ഞാൻ ഉപയോഗിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ കളഞ്ഞത്. എനിക്കിത് വേണ്ട എന്ന് പറയുന്നു. അത് കേട്ടതും ലക്ഷ്മണന് കുറച്ചും കൂടി ദേഷ്യം വന്നു. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഹനുമാനെ നീ ഈ കുരങ്ങിൻ്റെ ശരീരം, ആ ശരീരവും ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഈ ശരീരത്തിൽ എവിടെയാണ് രാമനാമമുള്ളത്? അതും കൂടി നീ അങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടതും ഹനുമാൻ തൻ്റെ പ്രഭുവിനെ ഒന്ന് നോക്കുന്നു. ശ്രീരാമചന്ദ്രൻ പുഞ്ചിരിച്ചു. എന്നിട്ട് തൻ്റെ വിരലിലെ നഖം കൊണ്ട് തൻ്റെ മാറിടം ഇങ്ങനെ മാന്തി പൊളിക്കുന്നു. പൊളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എങ്ങും രാമനാമം മുഴങ്ങിക്കേട്ടു. അതുമാത്രമല്ല, ഹനുമാന്റെ ഓരോ അസ്ഥികളിലും ലക്ഷം ലക്ഷം രാമനാമങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇത് കണ്ടതും ഈ ശബ്ദം കേട്ടതും ഈ രാമനാമം കേട്ടതും എല്ലാവരും അത്ഭുതപ്പെട്ടു. ലക്ഷ്മണന്റെ തല കുനിഞ്ഞു. ലക്ഷ്മണൻ ക്ഷമ യാചിക്കുകയാണ് ഹനുമാനോട്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഹനുമാനെ, ഭക്തോത്തമ, നിന്റെ മഹത്വം എനിക്ക് അറിയാൻ സാധിച്ചില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഭഗവാൻ ലക്ഷ്മണനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ഹനുമാനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഹനുമാനെ, നീ തന്നെയാണ് ഞാൻ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ കാണാൻ ആര് ആഗ്രഹിക്കുന്നുവോ, എന്നെ വന്ദിക്കുവാൻ ആര് ആഗ്രഹിക്കുന്നുവോ അവർ ആദ്യം നിന്നെ വന്ദിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ സംപ്രീതനാവുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് വീരഹനുമാനെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും ഹനുമാന്റെ ആ ഭക്തി മനസ്സിലാവുകയും ജാനകീദേവി ഹനുമാനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ആര് ശ്രീരാമചന്ദ്രനെ വണങ്ങാൻ ആഗ്രഹിക്കുന്നുവോ അതിനു മുമ്പ് വീരഹനുമാനെ നിർബന്ധമായും പ്രാർത്ഥിച്ചിരിക്കണം, വന്ദിച്ചിരിക്കണം. ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന എല്ലാവരും തന്നെ ആദ്യം ഹനുമാൻ സ്വാമിയെ വന്ദിച്ചതിനു ശേഷം മാത്രമേ ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കുവാൻ പാടുള്ളൂ, ശ്രീരാമചന്ദ്ര സ്വാമിയെ ദർശിക്കുവാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഹനുമാൻ സ്വാമിയെ ആരൊക്കെ പ്രാർത്ഥിക്കണം? എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ശനിദശാകാലം അനുഭവിക്കുന്ന ആളുകൾ, കണ്ടകശനി, ഏഴര ശനി, അഷ്ടമശനി അങ്ങനെയൊക്കെയുള്ള ദശാസന്ധികളിൽ പെട്ടിരിക്കുന്ന ആളുകൾ, ശനിദശാകാലത്തിൽ ജീവിക്കുന്ന ആളുകൾ, ജാതകത്തിൽ ശനി അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ, എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുന്ന ആളുകൾ, വിദ്യാപുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾ, തൊഴിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾ, ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഭയമുള്ള ആളുകൾ, മനസ്സിന് ബലമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും തന്നെ
നിർബന്ധമായും വീരഹനുമാനെ പ്രാർത്ഥിക്കണം. ഭഗവാന് വെറ്റിലമാല സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. അതിലും ശ്രേഷ്ഠമാണ് വെണ്ണ സമർപ്പിക്കുന്നത്. വെണ്ണ കൊണ്ട് മുഴുക്കാപ്പ് ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭഗവാനെ 11 തവണ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഓം ശ്രീ വജ്രദേഹായ, അതായത് വജ്രത്തിൻ്റേതുപോലെ കടുപ്പമുള്ള ദേഹത്തോട് കൂടിയവൻ, രാമഭക്തായ, രാമൻ്റെ ഭക്തനായ, വായുപുത്രായ, വായുദേവൻ്റെ പുത്രനായ വീരഹനുമാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. നമോസ്തുതേ. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്ന് 11 തവണ ജപിക്കാം. ഭഗവാനെ 11 തവണ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഈ നാമം ജപിച്ചുകൊണ്ട് 11 തവണ നമുക്ക് പ്രദക്ഷിണം ചെയ്യാം. 11 തവണയാണ് പ്രദക്ഷിണം ചെയ്യുന്നതെങ്കിൽ നാമം ജപിക്കുന്നതിൻ്റെ എണ്ണം കണക്ക് കൂട്ടണ്ട. പ്രദക്ഷിണത്തിൻ്റെ എണ്ണത്തിന് വേണം പ്രാധാന്യം കൊടുക്കാനായിട്ട്. പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് എത്ര തവണ വേണമെങ്കിലും ഈ നാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാം. അതല്ല ഒരു പ്രദക്ഷിണമാണ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ 11 തവണ ഈ നാമം ജപിക്കുകയും ചെയ്യാം. അങ്ങനെ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് സകലവിധ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിത്തരും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റും, നമുക്ക് ഉയർച്ചയുണ്ടാകും. തൊഴിൽപരമായ ഉയർച്ച, വിദ്യാപുരോഗതി, ഭയം മാറുക, ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവ മാറുക. അതുപോലെ തടസ്സങ്ങൾ, ശനി ദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ജലദർശിയായ മഹാദേവനാണ്. വളരെ 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 ശക്തിയുള്ള മഹാദേവനാണ്. അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട്. എല്ലാ ദിവസവും ഹനുമാൻ സ്വാമിക്ക് ദീപാരാധന ചെയ്യാറുണ്ട്. വെണ്ണ കൊണ്ട് മുഴുക്കാപ്പ് ചാർത്താറുണ്ട്. വെണ്ണ നൈവേദ്യമായി സമർപ്പിക്കാറുമുണ്ട്. വളരെ വളരെ ഉത്തമമാണ് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നൈവേദ്യം ചെയ്യുന്നത്. ഹനുമാൻ സ്വാമിയെ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ വളരെ സഹായകരമാകും. കാരണം എന്ത് കാര്യം ചെയ്യാനും നമുക്കൊരു ആത്മബലം അത് കുറവുണ്ടാകും. ചെയ്താൽ ശരിയാകുമോ, ഇത് പഠിച്ചാൽ ശരിയാകുമോ, ഈ ജോലി ചെയ്താൽ ശരിയാകുമോ, അങ്ങോട്ട് പോയാൽ ശരിയാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മബലക്കുറവ് പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകും. നമ്മുടെ ആ ഭയങ്ങളെല്ലാം മാറ്റി നമ്മളെ നേർവഴിക്ക് നടത്തുന്നതിനായിട്ട്, നമുക്കൊരു ആത്മബലം തരുന്നതിനായിട്ട്, ആ ഒരു കരുത്ത് ഉണ്ടാക്കുന്നതിനായിട്ട് ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതുപോലെ തടസ്സങ്ങൾ, സാധാരണ നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കും. വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ തടസ്സങ്ങൾ ഒഴിയുന്നതിനായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. 11 തവണ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഞാനീ പറഞ്ഞ നാമം ഭഗവാന് വളരെ ഇഷ്ടമുള്ള ഒരു നാമമാണ്. ആ നാമം സ്ഥിരമായി ജപിച്ച് പ്രാർത്ഥിച്ചാൽ ശനിദോഷം എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഉണ്ടാവുകയേയില്ല. ശനിദോഷം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതുകൊണ്ട് ഒരു കാര്യവും വിജയിക്കുകയില്ല. ഭഗവാൻ രക്ഷിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ മാറ്റങ്ങളും, അതായത് നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് 2025 ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ച, മാർഗശീർഷ മാസത്തിലെ അമാവാസി, അന്ന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം. അന്ന് മാത്രമല്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എങ്കിലും പ്രാർത്ഥിക്കുവാൻ ഒരു തുടക്കം അന്ന് മുതലായിക്കോട്ടെ. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.